ഹലോ, ഇന്ന് നമുക്കൊരു വശത്തേക്കുള്ള ഫിനോയിൽ ഉണ്ടാക്കിയാലോ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 8 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫിനോയിൽ ഉണ്ടാക്കുന്ന കിറ്റിൽ കിട്ടുന്ന 1 ലിറ്റർ ലിക്വിഡ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിൽ സ്മെൽ ആഡ് ചെയ്ത് വരുന്നതാണ്. അവരവിടെ നിന്ന് തന്നെ അത് നിറച്ച് തരുമ്പോൾ തന്നെ സ്മെൽ ആഡ് ചെയ്താണ് തരുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒരു കമ്പ് വെച്ച് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കളർ കിട്ടും. ആ കളറ് ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കി, ഒരു കമ്പ് വെച്ച് തന്നെ ഇളക്കണം, കൈവച്ചൊന്നും ഇളക്കിയേക്കരുത്. കമ്പ് വെച്ച് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം കലക്കി വെച്ചേക്കുന്ന ആ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തേക്കിനുള്ള ഫിനോയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ എടുത്തേക്കുന്ന സ്മെല്ലെന്ന് പറയുന്നത് ലാവൻഡറാണ്. പല ടൈപ്പ് ഓഫ് സ്മെല്ല് നമുക്ക് ഇങ്ങനത്തെയുള്ള ഈ സോപ്പ് കടകളിൽ അവൈലബിളാണ്. അപ്പം എത്ര പിടിയെന്നാണെന്നറിയാമോ, നല്ല സിമ്പിളായിട്ട് നല്ല നല്ല സ്മെല്ലുള്ള, പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിലിരുന്നുകൊണ്ട് 1 വർഷത്തേക്കുള്ള ഫിനോയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പം ഗ്ലൗസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആ കാര്യം വിട്ടുപോയി, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ നീളമുള്ള ഒരു വടി എടുക്കണം. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ മാത്രമേ നമ്മളിത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാത്ത പാത്രങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും ഇട്ടിട്ട് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരെ മാറ്റി നിർത്തണം കേട്ടോ. കാരണം ഇത് കെമിക്കലാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും, അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ അലർജി വരാനുള്ള സാധ്യതയുണ്ട്.